ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഞാനിന്ന് ആദ്യമായിട്ടൊരു മൈൻക്രാഫ്റ്റ് സർവർ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ തുടങ്ങിയായിരുന്നു, പക്ഷെ നേരത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ശരിയാ, എനിക്ക് ചീറ്റ് ഉപയോഗിക്കാൻ പറ്റൂല്ലേ തൽക്കാലത്തേക്ക്. ഓക്കെ, അല്ല, ഞാനിങ്ങനെ ചീറ്റൊന്നും ഉപയോഗിക്കാറില്ല. ഞങ്ങളൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ഒരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാക്കണം. എടാ, പാവം വില്ലേജിൻ്റെ തോട്ടങ്ങൾ നശിപ്പിച്ചത്. ഇവിടുത്തെ വെല്ല് കണ്ടെത്തി. ഈ വെല്ല ആദ്യം ഡ്രെയിൻ ആക്കണം. നമുക്ക് സ്പോഞ്ച് ഫെൻസ് ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. ട്രാപ്പ് ഡോർ അല്ലേ? എടാ, എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാനങ്ങനെ പൊട്ടിക്കത്തില്ല, ഒരു ബ്ലോക്ക് വെച്ചിട്ട് വരാം. നിനക്ക് അവിടെ നിന്നാണ് അയണിന്റെ ആമൊക്കെ കിട്ടിയേ? എവിടാ? എൻ്റെ അടുത്ത് വുഡില്ല. ഹെൽമെറ്റ് മതി, അല്ലേ ബൂട്ട്സ് മതി. അല്ല, എന്നാ ഹെൽമെറ്റ് മതി. ഏതാ കുന്ന്? അപ്പൊ അയ്യോ, ഓക്കെ, ബാ, നമ്മക്കേ എല്ലാരും വീട്ടിൽ. നീ ഭയങ്കര സസ്പീഷ്യനാണ്. നീ ഏതോ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ് നടക്കല്ല. ഇതെന്താ എൻ്റെ അടുത്ത് നോക്കുന്നത്? എടാ, ഇവിടെ ഒരു വില്ലേജ് എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയി. ഇവിടെ എന്നെ കണ്ടാൽ മരണമുണ്ടോ? ഇത് ഓടുന്നു. എങ്ങോട്ടാണ് ഓടുന്നത്? നീ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് വിഷമം. ഇത് ഓടുന്നു. നീ ഇങ്ങോട്ട് അതുപോലത്തെ ആരെങ്കിലും ആയിരിക്കും. നീ അവിടെ. എടാ, അയ്യോ, ആള് മാറിപ്പോയി. എടാ, അവനെൻ്റെ അടുത്ത് രക്ഷപ്പെട്ടു പോയി. അവനല്ലായിരുന്നു. സോറി അണ്ണ, ആള് മാറിപ്പോയി. അല്ല, അയാളെ തുറന്നു വിടത്. അവൻ്റെ ആള് മാറി. അവനെ വേഷം മാറിയതായിരിക്കും തുറക്കുന്നത്. എടാ, നല്ല ട്രാപ്പ് ഡോർ, അതൊന്നും പൊട്ടിക്കല്ല. ട്രാപ്പ് ഡോർ പൊട്ടിക്ക. എടാ, നമ്മ കാരണം റിയാക്ട് ചെയ്യടാ, പൊട്ടിക്കല്ല. ഞാനിപ്പോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു.
ബാസു ആ ഇപ്പത്തെ പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയോ വന്നി. അയ്യോ രാത്രിയായി, ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ആയി ചാടി ചാടി കളിക്കുക. ഞങ്ങൾ ചാടി ചാടി കളിക്കാൻ പറ്റി. എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ കുറേ പണികൾക്ക് ശേഷം ഞാൻ ഉറങ്ങട്ടെ. ഇനി വീട്ടിൽ നിന്ന് ഉറങ്ങട്ടെ. സോറിയില്ലല്ലോ. എടാ ഞാനൊരു വലിയ ശല്യമാണ്. വീണ്ടും പോയി. ഞാൻ ഇത് പൊട്ടിക്കാൻ സഹായിക്കാം. അതല്ല പൊട്ടിക്കണ്ടേ, ഇതാണ് പൊട്ടിക്കേണ്ടത്. ഏറ് കിട്ടുമെന്ന് അറിയണ്ടേ. ഞാൻ പൊട്ടിക്കാം. അയ്യോ എനിക്കിതില്ല. അയ്യോ വെള്ളം മൊത്തം പോയി കേട്ടോ. അയ്യോ പോയില്ല. ശരിയാ പോയില്ല. എനിക്ക് ബ്രീത്ത് കിട്ടുന്നുണ്ട്. മണ്ടൻ. ഹലോ എനിക്ക് ബ്ലോക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നീ പ്ലേ ചെയ്തോണ്ടിരുന്നു. അയ്യ എനിക്കൊന്ന് എടാ ആദ്യം നീ ഇങ്ങോട്ട് വരല്ലേ, ഞാനത് പൊട്ടിക്കിട്ട് നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെട്ടു. അയ്യോ ഞാനിതവിടെ അയ്യോ ഇല്ലേതോട് എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞാനൊരു സ്പോൺ പോയിന്റ് അടിച്ചതാ. ഞാൻ സ്പോൺ പോയിന്റ് അടിച്ച നീ പൊന്നി. ഞാൻ വീട്ടിൽ എടുത്തോണ്ടത്. എടാ പന്ത് എടാ നാളില്ലാത്തല്ലേ. ടെലപ്പോർട്ട് ചെയ്യുന്നു. വായ നോക്കിക്കണം. എന്റെ വായി നോക്കിയാ ഞാൻ മരിച്ചു. 2 വർഷമായിട്ട് പല്ലേറ്റിട്ട് എനിക്ക് എന്നെ തന്നെ കൊല്ലണം. പറ്റിച്ച ഞാൻ ചുമ്മാ അതിൽ അടിച്ചോണ്ടിരിക്കുക. ഞാൻ നിന്നെ അടിക്കാൻ സമ്മതിക്കാണ്ടിരിക്കുക. പറ്റിച്ച് അയ്യോ നിന്റെ റീസ്പോൺ പോയിന്റ് ഞാനങ്ങ് പൊട്ടിയും കേട്ടോ. നീ പൊട്ടിക്കടാ. നിന്റെ ഓപ്പറേറ്ററിൽ നിന്ന് മാറ്റടാ. എന്നെയോ? വേണ്ട. അല്ലെങ്കിൽ എന്നെ ഓപ്പറേറ്റർ ആക്കി. നിനക്ക് ഇതെല്ലാം മൊത്തം കള്ളക്കളിയാ കേട്ടോ. സർവൈവർ പാർട്ടി ഇടക്കിടക്ക് ചാറ്റടിക്കുന്ന. അത് ശരി.
ഓപ്പറേറ്ററിന് മാറ്റുവാ. എടാ നീ ഓപ്പറേറ്ററാടാ. എന്നാ രണ്ടുപേരെ മാറ്റി. വേണ്ട, ഇതെന്തിനാടോ വെറുതെ ഇവിടെ ഉണ്ടാക്കുന്നേ? അയ്യോ ആ ഒരു കാര്യം, നമുക്ക് ആദ്യം 2 പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കയ്യിൽ ഫുഡുണ്ട്. ആണോ? അത്ഭുതം. എടാ എനിക്ക് ഈ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ലടാ. ഗൈസ് സോറി, എനിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല മര്യാദയ്ക്ക്. അയ്യോ റെഡി അധികം പേടിക്കട്ടെ, രാവിലെ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ രാത്രിയാണോ രാവിലെയാണോ? രാത്രിയാ, അല്ല രാവിലെ ആവുന്നു. എനിക്കൊരു പിക്കാക്സ് തരും, കുറച്ച് സ്റ്റോണ് തന്നാലും മതി. എടാ എനിക്ക് സ്റ്റോൺ കിട്ടിയില്ല. എത്ര? വേണ്ട വേണ്ട, എൻ്റെ അടുത്ത് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടായിരുന്നു. എടാ ഇത് ആയി കോള് നമ്മുടെ ടോക്സി ചാർക്കോൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുക? എടാ എൻ്റെ അടുത്ത് ടോർച്ച് ഉണ്ട്. ഞാനിപ്പോ ഉണ്ടാക്കിയടാ 18 എണ്ണം. നല്ലതാ. വുഡൻ പിക്കാക്സ് കൊണ്ട് മൈൻഡ് ചെയ്താൽ കോള് കിട്ടുമോ? കിട്ടൂല്ല. ഞാൻ മറന്നു. എനിക്ക് അങ്ങോട്ട് കേട്ടോ. ഇവിടെ മാറിക്കണോ? നമുക്ക് സ്റ്റോൺ ഉരുക്കി എടുക്കാം. മാറിക്ക്. ഓക്കെ, ഞാനല്ലേ ഓട്ടിച്ചത്, നീ ഓട്ടിച്ചത്. എന്റെ അടുത്ത് ടോച്ചില്ല. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം. നീ വന്ന് നോക്ക്, എന്റെ കയ്യിലില്ല. ഉണ്ടാക്കി. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി. എടാ ഇനി എന്തിനാണ് അടിയിലേക്ക് കുടിക്കുന്നത്? ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, നമുക്ക് സൈൻ ഉണ്ടാക്കണം. ഇല്ലേ നമ്മ മേളിൽ തന്നെ പണിഞ്ഞാലോ? ഇത്രയും ഗുണാക്കേവ് പോലെ ഒരു കേവ്. നമ്മളെങ്ങനെ മേലോട്ട് കയറും? മേലോട്ട് നമുക്ക് അവിടെ സോൾസ് ആൻഡ് വെക്കാം. അപ്പൊ വില്ലേജേഴ്സ് ഇങ്ങോട്ട് എന്തിനാ പണിയുന്നത്? അങ്ങോട്ട് പണി. അങ്ങോട്ട് അത് നമുക്ക് ആവശ്യത്തോട്ടല്ലേ കൊറേ കുറിച്ച് അങ്ങോട്ട് പോയത്. നമ്മക്ക് ഇനി ഇവിടെ മുഴുവൻ വികസിപ്പിക്കാൻ.
വികസിപ്പിക്കാം വികസിപ്പിക്കാൻ. വികസിപ്പിക്കാം. നമ്മുടെ സോളോ വൈഞ്ഞതേ ഭയങ്കര എനിക്കിപ്പോൾ നല്ലൊരു മൂഡില്ല. സോളോ വൈഞ്ഞത് കളിക്കുന്ന കണ്ടാൽ മൂഡ് വരും. മൂഡ് വരും. ചിരിക്കാൻ അത്രയൊന്നുമില്ല, പക്ഷെ ചിരിക്കാനുണ്ട്. എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ സൈൻ ഉണ്ടാക്കാൻ പോയിട്ട് ഞാനിപ്പോ ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കിയ. ഓൾറെഡി എൻ്റെ കയ്യിൽ പിക്കാക്സ് ഉണ്ട്. എൻ്റെ അനിയൻ മണ്ടനല്ലാന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മണ്ടനായി പോയി. എന്താ എന്റെ നെഞ്ച് വരെ ഉള്ളു. എന്താടാ വീഡിയോ എടുത്ത് പ്രൊഫൈൽ പിക്ചർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിലിടട്ടെ, പോസ്റ്റ് ചെയ്യട്ടെ? നാണുണ്ടോടാ ഭീഷണിപ്പെടുത്താൻ? അപ്പൊ പേടിയുണ്ട്. ഇവിടെ എന്താ ഒരു കോബിൾ സ്റ്റോൺ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട്. എനിക്ക് പേടിയാന്ന്, ഞാൻ പോകുന്നത്. അയ്യോ, എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകുന്നത്. ഞാൻ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോവാം. എന്നാ ഞാൻ പോവുക. ബൈ ബൈ. അയ്യടെ മാന്ന് ഇവിടെ ബതുക്കും. ഞാനെങ്ങനെ മേളിപ്പോവും? ഇവിടെ നമ്മളെ സ്ലാഷ് കില്ലടിക്കേണ്ടി വരില്ലേ? ഇത് നമ്മളെ ഹാള്. നമുക്ക് നമ്മളെ സീക്രട്ട് ബേസ്. ഒരു പിക്കാക്സ് ആടോ, പിക്കാക്സ് പ്ലീസ്, പിക്കാക്സ് പ്ലീസ്. നീ എന്തൊരു ഇപ്പൊ അനങ്ങാതിരിക്കുന്നത്? ഓ ഇവിടെ സ്ലാപ്പ് ഡോർ എവിടെ വെക്കണ്ട? സ്ലാപ്പ് ഡോർ വെക്കേണ്ട അവസ്ഥ ശരിക്കും വന്നു. ദുഷ്ടാ, ഞാൻ നോക്കിയിരിക്കുക എന്തെങ്കിലും. എന്തുവാട് നന്ന് മണ്ടനെ നിന്നെ വിളിച്ചതാ ഞാൻ. താഴെ നോക്കടാ നീ, താഴെ നോക്കടാ. കണ്ട് സ്പൈ ആദ്യം പോണാണ്, ആദ്യം പോണ.
ചുമ പിടിച്ച് മരിച്ചോടെ. ഓക്കെ ഓക്കെ, ഇത് ഹാള്. ഇവിടെ നമ്മൾ നേരെ ഇങ്ങോട്ട് പിടിച്ചു പോകും. കുറച്ച് ടി വി ഗ്ലാസ് ഇതാ ഇവിടുന്ന് നമ്മളെ പോകും. ഇതാ ഇവിടെ വികസിപ്പിടിക്ക് ഇങ്ങോട്ട് വാ. എടാ അവിടെയല്ല നിന്റെ റൂം ഇവിടെ വാ. നമുക്കേ അല്ല വേണ്ട. അത് ഇങ്ങോട്ട് പാടോ. നമുക്ക് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചോ. ഞാനേ ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ കൈ അടിക്കാം. അതെനിക്കും പറ്റും. കണ്ട എടാ ഇങ്ങോട്ട് പോണ്ട. ഇവിടെ രസമില്ല. ഇതവിടെ ഗ്രാവലൊക്കെ ഇരിക്കുന്നു. ഇങ്ങോട്ട് പാടോ. ഇത് അടക്കട്ടെ. നന്ദു കരയും. ബാ നമ്മുടെ റൂം ഇവിടുന്ന് തുടങ്ങാം. എന്നെ മൈൻഡ് ചെയ്യാൻ സമയത്ത് ഇവിടെ ഒന്ന് എത്താൻ പോലെ ഞാൻ മൈൻഡ് ചെയ്യാം. കുറച്ച് അങ്ങോട്ട് മൈൻഡ് ചെയ്യും. ഇനി ഇവിടുന്ന് നീ അങ്ങോട്ട് മൈൻഡ് ചെയ്യും, ഞാൻ ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാം. ഓക്കെ, എത്ര ബ്ലോക്ക് പോണം? ഒരു 5. 1 2 10. നിനക്ക് ഒന്ന് മാറി. 1 2 ഇനി അവിടുന്ന് അങ്ങോട്ട് 5. 4 9 മതി. ഞാൻ 6 കുടിച്ചിട്ടുള്ളൂ. നീ 6 കുടിച്ചോ? 9 കുടിച്ചു. നീ 9 കുടിച്ചു. ഞാൻ ഇങ്ങോട്ടൊരു ടണലുണ്ടാക്കി. 6 7 8 9. ഓക്കെ, കൊള്ളാം. അടി ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒരു കാര്യം കാണിക്കാം. ഇങ്ങോട്ട് വന്നോ. കോപ്പ മൊത്തം ഞാൻ വാരിയിട്ടുണ്ട്. ഇനി ഞാൻ നടുക്കുള്ള മൊത്തം കല്ലും. ആദ്യം നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എന്റെ വിക്കറ്റ് പൊട്ടി. ഞാൻ അവിടെ പോയിട്ടേ ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ.
ആ ചെസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ബോണസ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടുന്ന് നമുക്ക് ഒരു ട്രാപ്പ് ഡോർ വെച്ചു. ഞാനാ എടാ ഇതിൽ കോബിൾ സ്റ്റോൺ മാത്രം വെക്ക്. ഓക്കെ, ഇനി നമുക്ക് വേറെ ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. അതിൽ കോബിൾ സ്റ്റോൺ മാത്രം വെച്ചാൽ മതി. അപ്പം ഈ പിന്നെ അവിടുന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഈ ഡബിൾ ചെസ്റ്റിൽ വെക്കുക. നമുക്ക് കിട്ടുന്ന നിധികളും ഫുഡും പറഞ്ഞല്ലേ നമുക്കേ എന്റെ പ്രഷ്യസ് ആയിട്ട് ഒരു പിക്കാക്സ് വെച്ചിട്ടുണ്ട്. ടോർച്ച് കൈ പിടിച്ചോ, ഫുഡ് കൈ പിടിച്ചോ. നിന്റെ അടുത്ത് ഫുഡുണ്ടോ? എനിക്ക് കുറച്ച് ഫുഡ് വേണം. ഓക്കെ, ഞാൻ മൈനിങ് തുടങ്ങി. ഞാൻ അവസാനിപ്പിക്കാം. കോബിൾ സ്റ്റോൺ മാത്രം വെച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് എടാ കളിക്കടോ അവിടുന്ന്. പിന്നെ നീത്ത ദൂരൊന്നുമല്ലല്ലോ. എൻ്റെ പിക്കാക്സ് ചോപ്പായി. അവിടെ താൻ അപ്പത്തുനിന്ന് അപ്പത്തോട് ചോടോ. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരാം. ഞാനൊരു 2x2 അതിലൊന്ന് വരുക. ഒറ്റൊരു വരയിൽ 2x2 ആയിട്ട് മൈൻഡ് ചെയ്ത് വരിക. എല്ലായിടത്തും ടോർച്ചോടുന്നാവും. എടാ വന്ന് ഒന്നും കൂടെ വന്ന്. എടാ മേളിൽ ഇപ്പൊ രാത്രിയാടാ. എൻ്റെ അടുത്ത് ബെഡുണ്ട്. എടാ ബെഡ് ഞാൻ ഇതിൽ വെച്ചിരിക്കും. എന്നാ കിടന്നുറങ്ങി. എടാ ഇവിടെ ഇരുന്ന ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ത് ചെയ്യും? ക്രീപ്പർ അവിടെ വെള്ളിയിരിക്കുന്നു. കുറച്ച് ഞാൻ വസ്തു പിന്നെ ബെഡ് ഞാൻ പൊട്ടിച്ചതാ. നീ എനിക്കിപ്പോ 2 ബെഡ് കിട്ടി. എനിക്കൊരു ബെഡ് ഉണ്ടായിരുന്നു. നീ അറിയുന്നത് ഞാൻ വിചാരിച്ചു എന്തോ വലിയൊരു സംഭവം. അടി ഇവിടെ ഗ്രാവലടാ. പറഞ്ഞ ക്രീപ്പർ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ നഷ്ടപ്പെട്ടു. ക്രീപ്പറിനെ കൊല്ലണം. പേടിപ്പിച്ചാ എടാ വുഡില്ല. വുഡ് എനിക്ക് ഒരു പിക്കാക്സ് ആടോ. ഫുഡ് എടോ താടോ. താഴെടുത്തോണ്ട് പോയി.
കൂടെ പോകും. ഒരു ഭാഗത്ത് നിന്റെ ബെഡ്, ഒരു ഭാഗത്ത് എൻ്റെ ബെഡ്. അങ്ങനെ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്തു, നീ അപ്പത്തേക്ക് മൊത്തത്തിൽ മൈൻഡ് ചെയ്യും. എടാ മേളില് മൈൻഡ് ചെയ്യണം. മേളില് കോപ്പർ കിട്ടിയതാ. ഗുഡ് ബോയ്. എൻ്റെ പിക്കാക്സ് പൊട്ടി. നീ ആരുടെ വിക്കറ്റ് പൊട്ടിയെന്നാ പറഞ്ഞത്? എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്തും എടാ ഇവിടെ ചാടാൻ പറ്റുന്നില്ലടോ. എടീ, ഗ്രാവിലി പൊട്ടിച്ചിട്ടേ അവിടെ കോബിൾസ്റ്റോൺ ഇല്ലേ? ഞാനേ കോപ്പർ കളക്ഷൻ. ഈ കോപ്പർ കൊണ്ട് ശരിക്കും എന്താ ഉപയോഗം? എൻ്റെ ഫ്ലിഞ്ച് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിഞ്ച് കിട്ടാൻ വേണ്ടി എത്ര ഓക്കെ മണ്ടയ്ക്കോട്ട് ഒരെണ്ണം മതി. ഒരെണ്ണം മതി. നമ്മൾ ചാടിയാൽ എവിടെ സമയം ഇഷ്ടം പോലെ കിടക്കുക. നാളെയും കൂടെ ഉള്ളു ദിവസം. എന്നാ നീ മൊത്തം മൈൻഡ്. എന്നാ ഓക്കെ രണ്ടാണോ? രണ്ട് രണ്ട് രണ്ട്. ഞാൻ മൈൻഡ് ചെയ്ത് പോന്നെ പതുക്കെ നീ മൈൻഡ് ചെയ്ത് ഒരെണ്ണം കൂടെ. രണ്ടെണ്ണം കൂട്ടത്തിൽ വെച്ച് നമ്മളെന്താ ചെയ്യാൻ? നന്ദ ശ്രദ്ധിക്കുന്നു. പൊട്ടനായിരുന്നു. പൊട്ടൻ ഉണ്ട്. ബുദ്ധിയുണ്ട്, പക്ഷെ നീ അത് ഉപയോഗിക്കുന്നുണ്ടോ? ആ 34 മിനിറ്റായി. അപ്പം ബൈ ബൈ.